PSOയുടെ അനുഭവം എനിക്ക് നേരിട്ടുള്ളത് അദ്ദേഹത്തിനെതിരായി സമരം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിരവധി സമരങ്ങൾ. എറണാകുളത്ത് നമ്മുടെ സിന്ധു ജോയ്ക്കെതിരായിട്ട് അദ്ദേഹം നടത്തിയ പ്രസ്താവനയ്ക്കെതിരായിട്ട് മുഖാമുഖം, ഞങ്ങൾ ഇന്ന് സമരം ചെയ്യുമ്പോൾ അദ്ദേഹം മുറിയിൽ നിന്ന് ഇറങ്ങി വരികയാണ്. മുഖാമുഖം കണ്ടപ്പോൾ ചെറുചിരിയോടെ നടന്നു പോയതല്ലാതെ യാതൊരു വിരോധവും കാണിക്കാതെ പോയ ഒരു മുതിർന്ന രക്ഷകർത്താവിന്റെ സമാനമായ ഒരു അദ്ദേഹത്തെ കണ്ടു. പലതവണ പലയിടത്ത് വെച്ചും കണ്ടിട്ടുണ്ട്. രാഷ്ട്രീയമായി അദ്ദേഹത്തോട് വിയോജിക്കുമ്പോൾ പോലും തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് രാഷ്ട്രീയം പുതുതലമുറയ്ക്ക് പറഞ്ഞു കൊടുത്തു. യോജിപ്പുകൾക്കിടയിലും യോജിക്കുന്ന ഘടകങ്ങൾ ഒരുപാടുണ്ടായിരുന്നു US-ൽ. തീർച്ചയായും അദ്ദേഹത്തിന്റെ ചില നിയമസഭയിലടക്കം ഉമ്മൻചാണ്ടി സാറിന്റെ കുടുംബാംഗങ്ങളെയും ഒക്കെ അനാവശ്യമായി വിമർശിച്ചതടക്കമുള്ള ഒരുപാട് കാര്യങ്ങളിൽ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസം സിന്ധു ജോയിയെ പറഞ്ഞത്, അതുപോലെ തന്നെ ലതിക സുഭാഷിനെ പറഞ്ഞത്, അത്തരം കാര്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ മണ്ണിന്റെ അവകാശങ്ങളെക്കുറിച്ച് ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ അതല്ല അതിന്റെ മറുഭാഗമാണ് ശരിയെന്ന് ബോധ്യപ്പെടുത്തിയാൽ അദ്ദേഹം തീർച്ചയായും ബോധ്യത്തിൽ പ്രവർത്തിക്കും. സാധാരണ ചില രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ അവരവർ പറയുന്നതിനപ്പുറത്തേക്ക് മാറാറില്ലല്ലോ. അദ്ദേഹത്തിന്റെ ഭാഗം തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തിയ നിരവധി അനുഭവങ്ങൾ അത്തരത്തിലുണ്ടായിട്ടുണ്ട്. തീർച്ചയായും മഹാനായ ഒരു നേതാവാണ് ഇത്. അതുകൊണ്ടാണ് 2 മണിക്ക് ഇവിടേക്ക് എത്തുന്നത്. ശരി.